ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കുറച്ച് മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന നല്ലൊരു മെഴുക്കുപുരട്ടിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം കാണുന്നതും എന്നാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു പോലും നോക്കാത്ത നമ്മുടെ പപ്പായ കൊണ്ടാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു ചെറിയ പപ്പായ എടുത്തിട്ടുണ്ട്. നമ്മളിതിന് പപ്പായ എന്നും കപ്ലങ്ങ എന്നും കർമൂസ എന്നും ഓമക്കായ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിൻ്റെ തോലൊക്കെ നല്ലതുപോലെ ഒന്ന് ചെത്തി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് അധികം വിളയാത്ത പപ്പായയാണ് വേണ്ടത്. നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം കിട്ടുന്നതാണ് ഈ പപ്പായ. പക്ഷേ നമ്മൾ ഇടയ്ക്കെങ്ങാണ് ഈ പപ്പായ വെച്ചിട്ട് നമ്മൾ തോരൻ വെള്ളം വെക്കുകയേ ചെയ്യത്തുള്ളൂ. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, പപ്പായ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കറികൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതും നല്ല ഒരു മസാല ആയിട്ടുള്ള ഒരു മെഴുക്കുപുരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് തോലൊക്കെ ഒന്ന് ചെത്തിയിട്ട് അതിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലുള്ള പപ്പായ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഒരുപാടങ്ങ് വിളഞ്ഞതെടുക്കരുത് കേട്ടോ. ഇനി ഇതിൻ്റെ ആ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകമൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ചുരണ്ടി കളഞ്ഞാലും മതി കേട്ടോ. ഞാൻ ദാണ്ട് ഇതുപോലെ കുറച്ച് ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് മാറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അകമൊക്കെ നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം ഞാനതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സമയത്ത് കഴുകി എടുക്കണം. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ടുള്ളതാണ്. നമ്മളിത് അരിഞ്ഞതിന് ശേഷം നമ്മളിത് കഴുകാനായിട്ട് നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴേ ഒരുപാടങ്ങ് വെള്ളമായി പോകും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ നമ്മൾ കഴുകി എടുക്കണം. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഞാൻ ദാണ്ട് ഇതിൻ്റെ നടുകക്കൂടെ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ദാണ്ട് ഇതേ രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഒരേ രീതിയിൽ തന്നെ നമ്മൾ മെഴുക്കുപുരട്ടിക്കൊക്കെ അരിയുന്നത് പോലെ തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മസാല മെഴുക്കുപുരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് തന്നെ കാണുമ്പോഴേ ഇത് നമ്മുടെ പപ്പായ ആണെന്നൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നപ്പോഴേ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കടുകൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സവാളയാണ്. ഞാനൊരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പപ്പായ കൂടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് എരിവ് വേണം ഇതിൽ കേട്ടോ. പിന്നെ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് ഒന്ന് കൊടുത്തിട്ട് നമുക്ക് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത്. നമ്മുടെ ഈ ഓമയ്ക്കായ്ക്ക് അത്യാവശ്യം നല്ല വേവുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് വെള്ളമുണ്ട്. ഇത് കുക്കായിട്ട് വരുമ്പോൾ വെള്ളം ഇതിനകത്തും തന്നെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഈ പപ്പായയിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് അതൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ തേങ്ങാക്കൊത്തൊന്നും ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ആയി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് നമ്മളിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കരുത്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഈ പപ്പായ പെട്ടെന്നങ്ങ് വെന്ത് വരികയും ചെയ്യും. ഒരുപാട് വെന്തങ്ങ് കുഴഞ്ഞു പോകും. ഇതേപോലെ ഒരു 2-3 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറ്റി മാറ്റി വെച്ച് കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. പപ്പായയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുള്ളതല്ലേ. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്കിതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ. ഇനി ചിക്കൻ മസാല വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കാവൂ കേട്ടോ. മസാലയുടെ ഒക്കെ കൂടെ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കണം. ഈ മസാലയും ഉപ്പും എല്ലാം കൂടി നമ്മുടെ പപ്പായയിലൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല രീതിയിൽ തന്നെ കിട്ടണം. നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം ഈ പപ്പായ കിട്ടാറുണ്ടെങ്കിലും നമ്മളൊന്നും ചെയ്യാറില്ല. നമ്മൾ എപ്പോഴെങ്കിലും ഇടയ്ക്കെങ്ങാണോ ഒന്ന് തോരൻ വെച്ചെങ്കിലുമൊക്കെ ആയി തിരിഞ്ഞു പോലും നോക്കാറില്ല നമ്മൾ. പക്ഷേ പപ്പായ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കറികൾ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് വെറുതെ കഴിക്കുന്നതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണയുടെ കുറവുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഇത് ഡ്രൈ ആയിട്ട് എടുക്കണം. അപ്പോൾ അതാണ്ട് ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചാണ് ചേർക്കുന്നത്. നമ്മുടെ ഈ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഡ്രൈ ആയിട്ടൊന്ന് ഇളക്കി ചേർത്ത് എടുത്താൽ മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.